ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എൻ്റെ വീട്ടിലെ ജോലികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഷോപ്പിലേക്ക് പോകാൻ റെഡി ആവുകയാണേ. അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. ഇന്ന് ഇഡലിയും ചമ്മന്തിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് അതിനിടയ്ക്കാണ് ഒരു ചെറിയൊരു പേപ്പർ വായനയാണ്. ഇപ്പം തന്നെ സമയം ഒരുപാടായി. അപ്പോൾ ഇനി പെട്ടെന്ന് റെഡിയായിട്ട് ഷോപ്പിലേക്ക് പോകാണ്. അപ്പോൾ കറക്റ്റ് 9 മണിക്ക് അല്ലെങ്കിൽ ഒരു 8:30 മണിക്കൊക്കെ ഷോപ്പ് ഓപ്പൺ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അപ്പം അതുകൊണ്ട് തന്നെ നല്ല സ്പീഡപ്പിലാണ് കാര്യങ്ങൾ രാവിലെ എല്ലാം ചെയ്ത് മാറ്റുന്നത്. അങ്ങനെ ഞാൻ രാവിലത്തെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ലഞ്ച് ഞാൻ കൊണ്ടുവരും കേട്ടോ. വന്നിട്ട് രാവിലെ വന്ന വൈകിട്ടാണ് തിരിച്ച് പോകുന്നത്. അപ്പോൾ ലഞ്ചും കൊണ്ടുവരും. വന്നിട്ട് ഇപ്പോൾ ഒത്തിരി സമയമായിട്ടുണ്ട്. എൻ്റെ ജോലികളൊക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് കസ്റ്റമേഴ്സ് വരും. അപ്പോൾ അവരുടെ അടുത്തൊക്കെ കാര്യങ്ങൾ പറയണം. അങ്ങനെ എൻ്റെ ജോലികളൊക്കെ ഏതാണ്ട് ഒരുവിധം ഇന്നത്തെ ജോലികളൊക്കെ ഒതുങ്ങി വരുവാണ്. അപ്പോൾ ഇന്ന് കൊടുക്കാനുള്ളതൊക്കെയാണ് ഞാനിന്ന് ചെയ്ത് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ജോലികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്ന് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അതെല്ലാം റെഡിയാക്കി ഞാൻ ഡമ്മിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഈ ഒരു യൂണിഫോം സെറ്റ് ഈ ഓണത്തിൻ്റെ ഇടയ്ക്ക് വന്നതായിരുന്നു കേട്ടോ. അത് ഓണം കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ നാളത്തേക്കുള്ളതാണ്. ഇതൊരു പട്ടുപാവടയും ബ്ലൗസുമാണ്. അതേപോലെ ഒരു ചുരിദാറും. ഇത് രണ്ടും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ നാളത്തേക്കുള്ളത് കട്ട് ചെയ്യണം. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചെയ്യുന്ന ജോലികളാണിതൊക്കെ. ഇപ്പോൾ ഒരു 2 ചുരിദാറും 5 ബ്ലൗസും കൂടി കട്ട് ചെയ്യാനുണ്ട്. സാരിയൊന്ന് മുറിച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഷോപ്പിലെ ജോലികളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് രാവിലെ ചെയ്യാൻ സമയം കിട്ടാത്ത കുറച്ച് ജോലികളൊക്കെയാണ്. വെളിയിലൊക്കെ തൂക്കലും പിന്നെ ചെടികൾക്കൊക്കെ വെള്ളമൊഴിക്കലും ഒക്കെ. ഇത് എത്ര ക്ഷീണിച്ച് വന്നാലും ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഉഷാറാണ് കേട്ടോ. അങ്ങനെ ക്ഷീണമൊന്നും തോന്നാറില്ല. പിന്നെ ചൂട് സമയത്തൊക്കെ ഒരുപാട് ശ്രദ്ധിക്കാതൊക്കെ വിട്ടിട്ടും എൻ്റെ കുറേ ചെടികളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ഇൻഡോർ സെറ്റ് ചെയ്തിട്ടുള്ള കുറേ ചെടികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ ഞാൻ വെളിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ അങ്ങ് നശിച്ചു പോയി. അങ്ങനെ ചെടികൾക്കെല്ലാം വെള്ളമൊഴിച്ച് അങ്ങനെയുള്ള ജോലികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ടുള്ളതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അടുക്കളയിൽ ജനലിലും ചെറുതായിട്ടൊന്ന് ടേബിളിലും അങ്ങനെയൊക്കെ. ബാക്കി എല്ലാം പുറത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വലുതായിട്ടൊന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രഷായിട്ട് ഇനിയാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും കുടിക്കുന്നതും അല്ലെങ്കിൽ സ്നാക്സ് കഴിക്കുന്നതും അങ്ങനെയൊക്കെ. എൻ്റെ ടീ ടൈം എന്ന് പറഞ്ഞ് ഇനിയാണ്. അപ്പോൾ കടയിൽ നിൽക്കുമ്പോൾ ഒരു 4 മണിയാകുമ്പം ഒരു ബ്ലാക്ക് ടീ ഇട്ട് കുടിക്കും. കെറ്റിലുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ബ്ലാക്ക് ടീ ഇട്ട് കുടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വൈകിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചായ വേണമെന്നൊന്നും നിർബന്ധമില്ല. ഉടനെ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഇതുപോലുള്ള എൻ്റെ ചെറിയ ചെറിയ ജോലികളൊക്കെ ഒതുക്കിയിട്ട് ഞാൻ കയറും. പിന്നെ ഒത്തിരി ഇരുട്ടായി പോയി കഴിഞ്ഞാൽ പുറത്ത് ഭയങ്കര കൊതുകൊക്കെ ഇല്ലേ. അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വല്ല ബൂസ്റ്റോ ഹോർലിക്സോ കോഫിയോ അങ്ങനെ എന്തെങ്കിലുമാണ് ഇട്ട് കുടിക്കും. അത് ചില ദിവസങ്ങളിലുള്ള കേട്ടോ. ചിലപ്പം വെള്ളം മാത്രം മതിയാവും. പിന്നെ ചെറുതായിട്ടൊരു സ്നാക്സ് എന്തെങ്കിലും വല്ല ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെ മതി. അപ്പോൾ ഇന്ന് ഞാൻ ബൂസ്റ്റാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ചില ദിവസങ്ങളിൽ രാത്രി എന്തെങ്കിലും കുക്കിംഗ് ജോലികൾ കാണും, ചിലപ്പോഴും മാത്രം. ഇന്നിപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ജോലികളില്ല. അപ്പോൾ ഞാൻ രാത്രിത്തെ ജോലികളൊക്കെ രാവിലെ തന്നെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിനിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അതുപോലെ തന്നെ ഷോപ്പിലെ ജോലികൾ ഞാനങ്ങനെ വീട്ടിൽ കൊണ്ടൊന്നും ചെയ്യാറില്ല. അവിടുത്തെ ജോലികൾ എത്ര സമയമായാലും അവിടെ ഇരുന്ന് തന്നെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ ജോലികൾ മാത്രം നോക്കിയാൽ മതിയല്ലോ. പിന്നെ ബാക്കി സമയം ഒന്ന് റിലാക്സ് ചെയ്യാം അങ്ങനെയൊക്കെ. പിന്നെ ചില ദിവസങ്ങളിൽ ഷോപ്പിൽ നിന്ന് വരുമ്പോൾ തന്നെ എന്തെങ്കിലും ഷോപ്പിംഗ് കാണും. അങ്ങനെയൊക്കെ പോയിട്ട് വരുമ്പോൾ വീണ്ടും താമസിക്കും. പിന്നെ വന്നിട്ടായിരിക്കും ഇങ്ങനെയുള്ള എൻ്റെ ജോലികളൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ ഇതെൻ്റെ സ്ഥിരം പ്ലേസാണ് കേട്ടോ. ടി വി കാണാനിരിക്കുമ്പോഴായാലും ചായ കുടിക്കുമ്പോഴും കൂടുതലും ഫുഡ് കഴിക്കുമ്പോഴൊക്കെ എനിക്കിങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം. നമ്മൾ വീട്ടിൽ വെറുതെ ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയത്ത് രാവിലെ ധൃതിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെയാണ്. പിന്നെ ടി വി കാണും. ടി വിയിൽ ഞാനങ്ങനെ സിനിമയോ സീരിയലോ അങ്ങനെയൊന്നും കാണാറില്ല. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ചിലപ്പം കുറച്ച് സമയം ഇരുന്ന് ന്യൂസ് കാണും, അല്ലെങ്കിൽ പാട്ട് കേൾക്കും. പാട്ടൊക്കെ കാണാനാണ് ഇഷ്ടം. പിന്നെ ഇത് കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനയുടെ സമയമാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക്